വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തന്ന ദൈവസ്വര സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഗാനം. ഈ ഗാനത്തിൻ്റെ ഓരോ വരികളും നമുക്കുള്ള സന്ദേശമായി കർത്താവ് തരികയാണ്. തിരുസഭ നമ്മുടെ അമ്മയാണെന്ന് കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവ് സ്ഥാപിച്ചതാണ് തിരുസഭ. അതുകൊണ്ട് തന്നെ ഈ തിരുസഭയെ നമ്മൾ സ്വീകരിക്കണം, സ്നേഹിക്കണം, അംഗീകരിക്കണം, ആദരിക്കണം. ആ സഭയിലെ അംഗങ്ങളായി നമ്മൾ ജീവിക്കണം എന്ന് ദൈവം ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം യേശുക്രിസ്തുവാണ് തിരുസഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇന്ന് കുറേ മക്കളാണ് തിരുസഭയെ അപമാനിക്കുക, നിന്ദിക്കുക, പരിഹസിക്കുക, തിരുസഭ വിട്ട് വേറെ പല സെക്റ്റുകളിലേക്ക് പോവുക, പലപ്പോഴും വീട് സന്ദർശനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇവിടുത്തെ സ്പിരിച്വൽ ഷെയറിങ്ങും മറ്റ് ശുശ്രൂഷകളിലൊക്കെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പല അന്യ സെക്റ്റുകളിലേക്ക് പോകുന്നത്. അത് ഏത് സെക്റ്റാണെന്ന് പോലും കർത്താവ് കാണിച്ച് അങ്ങനെ എനിക്ക് ചോദിക്കേണ്ടി വന്ന പല അനുഭവങ്ങളും എൻ്റെ പട്ടം കിട്ടിയ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കൃപകൾ കിട്ടിയ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു പുസ്തകം, കത്തോലിക്ക സഭയുടെ പ്രാധാന്യം, ഇങ്ങനൊരു പുസ്തകം, ഏതാനും പേജുള്ളൊരു പുസ്തകം എഴുതിയുണ്ടാക്കാനൊരു ഇടവന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ എൽറുഹ ധ്യാനങ്ങൾ ആരംഭിച്ചപ്പോൾ ആദ്യ നാളുകളിൽ ഈ ബോധ്യം കർത്താവ് എനിക്ക് തന്നു. ഒത്തിരി മക്കളാണ് ഈ ഇങ്ങനെ തിരുസഭയെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും അതിനൊന്നും ആവശ്യമില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലെ ഒരു ഭാഗം മാത്രം നമ്മളൊന്ന് വായിക്കുകയാണ്. കത്തോലിക്ക സഭ ഒരേ സമയം പാപിയും വിശുദ്ധയുമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ പാപികളുടെ ഒരു സഭയാണ്. അപ്പോൾ സഭ ഒരേ സമയം പാപിയാണ്, ഒരേ സമയം വിശുദ്ധയാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ വായിക്കാം. തിരുസഭ തെറ്റുകളോടും കുറ്റങ്ങളോടും കൂടിയ ഒരു സ്ഥാപനമാണ്. തിരുസഭയിൽ നീതിമാന്മാരും അനീതി നിറഞ്ഞവരും ഉണ്ട്. അതിന് ഉദാഹരണം മത്തായി സുവിശേഷം 13-24 മുതലുള്ള തിരുവചനമാണ്. നമുക്കൊന്ന് വായിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ. അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചു എടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ സഭയില് പാപികളുണ്ട്, വിശുദ്ധരുണ്ട്.
അതുപോലെ തന്നെ അതിന് മറ്റൊരു ഉദാഹരണമായിട്ട് പറയുക മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതലുള്ള തിരുവചനം. അവിടെ കർത്താവ് സ്വർഗരാജ്യത്തെ നല്ലതും ചീത്തയുമായ എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കുന്ന ഒരു വലയോട് ഉപമിക്കുകയാണ്. ആ വചനഭാഗം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. സ്വർഗരാജ്യം എല്ലാതരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. കണ്ടോ? വെളിയിൽ പറഞ്ഞേ ഹാലേലുയാ. തിരുവനന്തപുരത്ത് പറഞ്ഞേ ഹാലേലുയാ. അപ്പൊ സഭയില് വിശുദ്ധരുണ്ട്, സഭയില് പാപികളുണ്ട്. ഈ വലയില് നല്ല മത്സ്യങ്ങളുണ്ട്, ചീത്ത മത്സ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സഭയിൽ വിശുദ്ധരും പാപികളും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് യേശു തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച 12 ശിഷ്യന്മാരെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. ആ 12 പേരിൽ പാപികളുണ്ടായിരുന്നു. പത്രോസ് ആണെങ്കിൽ തള്ളി പറഞ്ഞ വ്യക്തിയാണ്. യൂദാസ് ആണെങ്കിൽ ഒറ്റിക്കൊടുത്ത വ്യക്തിയാണ്. യാക്കോബ്, യോഹന്നാൻ ഇവരൊക്കെ സ്ഥാനമാനങ്ങൾ അന്വേഷിച്ച വ്യക്തികളാണ്. ഇവരൊക്കെ പാപികളായിരുന്നു. സഭയിൽ പാപികളുണ്ടെന്ന് എഴുതിയിട്ട് സഭയുടെ ആ ഒരു മഹത്വം നഷ്ടപ്പെടുന്നില്ല. ദൈവം സഭയെ കൈവിടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് സഭയെ നമ്മൾ സ്നേഹിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. എങ്ങനെയാണ് സഭ വിശുദ്ധൻ എന്ന് പറയുന്നത്? അതിൻ്റെ കാര്യം ഇങ്ങനെയാണ്. പാപികളെ തേടി വന്ന യേശുവിൻ്റെ സാന്നിധ്യം സഭയിൽ ഉള്ളതുകൊണ്ടാണ് സഭ വിശുദ്ധയാകുന്നത്. വലിയ ഹാലേലുയാ. ഒരേ സമയം പാപിയാണ് സഭ, ഒരേ സമയം വിശുദ്ധയാണ്. പാപികളാണെന്ന് പറയാനുള്ള കാരണമാണ് നമ്മൾ കേട്ടത്. എന്നാൽ വിശുദ്ധയാണെന്ന് പറയാനുള്ള കാരണം ഈശോയുടെ സാന്നിധ്യം. പാപികളാണെങ്കിലും ദൈവം നമ്മെ കൈവിടുന്നില്ല. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞനായ ഫാദർ കാൾ റാണർ സഭയെക്കുറിച്ചുള്ള ഒരു ക്രൂരമായ വിമർശനം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സഭ ചുളിവുകളും ചാലുകളുമുള്ള ഒരു വൃദ്ധയാണ്, എന്നാലും അവൾ എൻ്റെ അമ്മയാണ്. കണ്ടോ? എൻ്റെ അമ്മയെ ഒരുത്തനും തല്ലുകയില്ല. ഒരു നല്ല അമ്മയെ പോലെയാണ് ഗർഭപാത്രം മുതൽ ശവക്കല്ലറ വരെ സഭ തൻ്റെ മക്കളെ അനുഗമിക്കുന്നത്. വീണ്ടും ഒരിക്കൽ വിശുദ്ധ അമ്മത്രേസ്യയോട് ഒരു വൈദികൻ അവളുടെ തറവാടിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഈ അമ്മത്രേസ്യ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ വിശുദ്ധ പറയാണ്, തിരുസഭയാണ് എൻ്റെ തറവാട്. തിരുസഭയുടെ പുത്രി എന്ന മഹിമ എനിക്ക് ധാരാളം മതി. ഹാലേലുയാ. സ്നേഹമുള്ളവർ, അതുകൊണ്ട് തന്നെ ഈ ഗാനത്തിൻ്റെ മറ്റു വരികൾ കൂടി നമുക്ക് ഈ സമയം കേൾക്കാം. അത് കേട്ട് ധ്യാനിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഇത് ഓരോ വരികളും നമുക്കുള്ള സന്ദേശമാണ്. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തോണിന്മേൽ കരുത്തു നൽകി വളർത്തിനി. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തോണിന്മേൽ കരുത്തു നൽകി വളർത്തിനി. സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭ മാതാവേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. കറയില്ലാത്തൊരു കുഞ്ഞാടി രക്തത്തിൻ വിലയാണ് സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണ് സൗഭാഗ്യം. കറയില്ലാത്തൊരു കുഞ്ഞാടി രക്തത്തിൻ വിലയാണ് സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണ് സൗഭാഗ്യം. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടാൻ ആദ്യം മുതൽക്കെന്നതുപോലെന്നും സഭയെ നയിക്കണേ ആത്മാവേ. അമ്മേ 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 സഭയാമേ, ചേർന്ന് പാടാം. നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. വലിയ ഹാലേലുയാ. ഹല്ലേലൂയ.
ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരൻ മനസ്സിലാക്കുക, തിരുസഭയെ തിരസ്കരിക്കുന്നവന് ഒരിക്കലും കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ്, സഭയെ മാതാവായി സ്വീകരിക്കാത്ത ഒരുവനും ദൈവം പിതാവായി ഉണ്ടായിരിക്കില്ല. കേട്ടോ, വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളാണ്. നമ്മുടെ തിരുസഭയെ മാതാവായിട്ട്, സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? അവർക്കൊരിക്കലും ദൈവത്തെ പിതാവായിട്ട് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ലെന്ന് പറയുക. അവർക്ക് പിതാവായിട്ട് ദൈവം ഉണ്ടായിരിക്കില്ലെന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് ഒരു പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഏറ്റുപറയുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള തിരുവചനമാണ്. ഇവിടെ സഭാ കൂട്ടായ്മ ശിഷ്യന്മാർ 11 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ മരണത്തിന് ശേഷം. എന്നാൽ ആ സമയത്ത് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ തോമസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യേശുവിനെ കാണാനായിട്ട് അവന് സാധിച്ചില്ല. പിന്നീട് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ഉണ്ടായി. അതുകൊണ്ട് യേശുവിനെ കാണാൻ സാധിച്ചു. സഭയിലാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും ഏറ്റവും അധികമായി സംഭവിക്കുക. സഭയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കില്ലെന്ന് ഈ വചനഭാഗത്തിലൂടെ ദൈവം ബോധ്യം തരികയാണ്. ഏതാനും വചനഭാഗങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇരുകരങ്ങൾ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ സ്നേഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. തിരുസഭയെ അംഗീകരിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. തിരുസഭയെ മാതാവായി സ്വീകരിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് തിരുസഭയെ വിമർശിച്ച നിമിഷങ്ങളോർത്ത് മാപ്പ് ചോദിക്കുക. സഭയെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങളോർത്ത് മാപ്പ് ചോദിക്കുക. സഭയെ സ്നേഹിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ. പാപികളായ ഓരോ മക്കളും കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ.